ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഒരു ഗ്ലാസ് ചായ ചോദിച്ചിട്ട് ഈ ഒരു കപ്പ് ചായ എൻ്റെ കൈ കൊണ്ടുതന്ന് കുടിക്കാനെന്നുള്ള ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ ലൈഫിൽ നടക്കുന്നതെന്നൊക്കെ ഉള്ളത് നമ്മുടെ ഓരോ ദിവസം അറിയുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. നമുക്ക് പിന്നെ ഒന്നും മനസ്സിലായില്ലെങ്കിൽ നമ്മൾ പിന്നെയും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യും, അത് അഡർ ഫ്ലോപ്പായിട്ട് തന്നെ തിരിച്ചു വരും. അങ്ങനെ ഇന്നലെ നമ്മൾ അടൂരുണ്ടായിരുന്ന നമ്മൾ ഇന്നിപ്പോൾ ഉള്ളത് നേരെ ട്രിവാൻഡ്രത്താണ്. അങ്ങനെ രാവിലെ കുളിയൊക്കെ പാസ്സാക്കി നമ്മുടെ വീടിന് പുറകിലായിട്ട് ഒരു കായലുണ്ട് കേട്ടോ. ഈ കായലിലേക്ക് നമ്മളൊന്ന് ചുമ്മാ ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അങ്ങനെ അതുകൊണ്ട് കായലിനടുത്തേക്ക് എത്തിയപ്പോൾ ഞാൻ കാശിക്കെതിരെ ചെറിയ ഭീഷണിയൊക്കെ മുഴക്കി കേട്ടോ. എന്താണെന്നറിയാമോ, ഇതിലേക്ക് ചാടട്ടെ മോനെ അമ്മ എന്നൊക്കെ പറഞ്ഞ് അവനെ ഒന്ന് ചുമ്മാ ഒന്ന് ഇളക്കി, കാര്യമൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കൊച്ചല്ലേ, നമ്മളോട് ചെറിയ സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ പറ്റി കേട്ടോ. അങ്ങനെ കുറച്ചധികം നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. അങ്ങനെ നല്ല വെയിലൊക്കെ ആയ സമയമായപ്പോഴത്തേക്കിനും നമ്മൾ തിരിച്ചു പോകാനെ കൊണ്ടുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് സംശയവും കാര്യങ്ങളൊക്കെ ചോദിക്കാനെ കൊണ്ട് തുടങ്ങിയപ്പോൾ തിരിച്ച് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് നിവർത്തിയില്ലല്ലോ. കാരണം ഈ ചോദിക്കുന്നതിനൊന്നും മറുപടി പറയാനെ കൊണ്ട് നമ്മൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് അവൻ ഈ ചോദിക്കുന്നത്. ഈ കായലിനെ പറ്റിയും അതിനകത്തെ ആൾക്കാരെ പറ്റിയും ബോട്ട് വന്നപ്പോഴും അങ്ങനെ പല സംശയങ്ങളും കാര്യങ്ങളും ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ പെതുക്കെ അവിടെ നിന്ന് ഇങ്ങനെ എസ്കേപ്പ് ആവാനെ കൊണ്ടൊക്കെ നോക്കി. അതൊന്നും അവനിങ്ങനെ സമ്മതിക്കാണ്ട് വന്നപ്പോഴത്തേക്കിനും അവിടുന്ന് ചെറിയൊരു കക്കത്തോടൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ അതിൻ്റെ സംശയമായി പിന്നീട് ഈ കൊച്ചു പിള്ളേർക്കൊക്കെ ഈ കൊച്ചിൽ ഇത്തരം സംശയങ്ങളൊക്കെ വരുന്നത് എന്താണെന്നാണ് അറിയാത്തത്. നമ്മൾ വലുതായിട്ട് നമുക്ക് ഈ പറയത്തക്ക സംശയങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ, വരുന്ന പോലെ വരട്ടെന്നും കരുതി അങ്ങ് മുന്നോട്ട് പോവുക. പക്ഷേ ഇവരങ്ങനെയല്ല കേട്ടോ. ഇങ്ങനെ എന്തൊക്കെയോ ഒരു കാര്യം നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു 100 സംശയങ്ങൾ പുറകെ ചോദിക്കും. പിന്നീട് അത് നമുക്കും ഒരു സംശയമായിട്ടിരിക്കും കേട്ടോ. അങ്ങനെ സംശയത്തിനൊടുവിൽ ഞാൻ അവനെ ഒരു തെങ്ങിൻ്റെ മേളിൽ പിടിച്ചിരുത്തിയിട്ട് ഭീഷണിപ്പെടുത്തി ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടെ കുറച്ച് നേരം പിടിച്ചിരുത്തി കേട്ടോ. ആശാൻ ഭയങ്കരമായിട്ട് പേടിച്ചു. ഞാൻ പറഞ്ഞു, നീ ഇവിടെ ഇറക്കില്ല, നീ ഇവിടെ ഇരുന്നോ, നീ പറഞ്ഞാലൊന്നും കേൾക്കില്ലല്ലോ, ഇനിയിപ്പോൾ അവിടെ ഇരുന്നെന്ന് പറഞ്ഞാൽ അവസാനം കരയിറക്കി ആയപ്പോഴത്തേക്കിനും പോയി പിടിച്ചിറക്കി താഴെ കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവനെ പെതുക്കെ പിടിച്ചിറക്കാനെ കൊണ്ടുള്ള ആ ഒരു തത്രപ്പാടിലും കാര്യത്തിലും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. അവിടെ നിന്നപ്പോഴത്തേനും അപ്പുറത്തെ സൈഡിൽ പോയാലോ എന്നൊരു തോന്നൽ. അങ്ങനെ കൂടെ ആരും ഇല്ലാത്തത് കാരണം നമ്മളതങ്ങനെ എൻജോയ് ചെയ്ത് പുറകെ കൂടെ ആരും വരുന്നില്ലല്ലോ എന്നൊക്കെ നോക്കി നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കള്ളത്തരങ്ങളൊക്കെ കാണിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിങ്ങനെ നിന്നപ്പോഴാണ് ചെറിയൊരു കായലിനകത്തുനിന്ന് വെള്ളം ചെറുതായിട്ട് ഇങ്ങനെ അകത്തോട്ട് കയറുന്ന ഒരു സ്പേസ്. അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പോകാനെ കൊണ്ട് നോക്കിയതാണ്. പക്ഷേ ഞാൻ ചാടുമെന്ന് പറഞ്ഞ് അവനെന്നെ വിടാതെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചേക്കുക കേട്ടോ. അങ്ങനെ എന്ത് പറഞ്ഞാലും പിള്ളേർക്ക് നമ്മളോട് വഴക്കുണ്ടാക്കിയാലും നമ്മൾ വഴക്കുണ്ടാക്കിയാലും കൊച്ചു പിള്ളേരാണെങ്കിൽ പോലും ചില സമയത്ത് പറയുമല്ലോ അമ്മ പൊക്കോ, അല്ലെങ്കിൽ വേണ്ട അമ്മ വേണ്ട എന്നൊക്കെ പറയുമല്ലോ എന്നുള്ള പരീക്ഷണങ്ങളൊക്കെ നമുക്ക് ഈ സാഹചര്യത്തിൽ പരീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ അവനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഒരു മീൻകുളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മീൻകുളം കണ്ടപ്പോഴത്തേനും ഏത് മീനെയാണ് വളർത്തുന്നത്, എങ്ങനത്തെ മീനെയാണ് വളർത്തുന്നത് പറഞ്ഞാൽ ഭയങ്കര സംശയം കാര്യങ്ങളായി. അവസാനം പറഞ്ഞു കൊടുക്കാൻ ഒരു വഴിയില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ തിരിച്ചിറങ്ങാനെ കൊണ്ട് പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.